ഇതിന് ഞങ്ങൾ കല്യാണ മാങ്ങാക്കറി എന്നാണ് പറയുന്നത്. കല്യാണത്തിനൊക്കെ ഉണ്ടാക്കുന്ന മാങ്ങാ സീസണിൽ വരുന്ന കല്യാണത്തിനൊക്കെ കറി ഉണ്ടാവും. സ്റ്റേറ്റിലേക്ക് തിരുവനന്തപുരം അങ്ങനെയൊക്കെ പോയാൽ ഈ മാങ്ങ ഇത് മാങ്ങാക്കറി ഉണ്ടാക്കാം. മാങ്ങ ഇപ്പോൾ എത്ര വേണമെങ്കിലും നമുക്ക് എടുക്കാം. മാങ്ങ ഞാനിപ്പോൾ ഒരു 3 മാങ്ങയാണ് എടുത്തത്. പക്ഷേ അത് അധികം വിളഞ്ഞ മാങ്ങയൊന്നും അല്ലായിരുന്നു. അത് കുഴപ്പമില്ല. അത് ഒരു പൂള് മാങ്ങ 2 വലിയ മാങ്ങയാണെങ്കിൽ 3 കഷ്ണമായിട്ട് വെട്ടണം, അല്ലെങ്കിൽ 2 കഷ്ണം. ഒരു പൂളെന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, ഒരു മാങ്ങയുടെ 4 പൂളിൽ ഒരു പൂള്. എന്നിട്ട് വെട്ടിയിട്ട് പിന്നെ ചട്ടി വെച്ച് അതിൽ വെളിച്ചെണ്ണ ഒഴിച്ച്, വെളിച്ചെണ്ണയോ നല്ലെണ്ണ ഏതെണ്ണ വേണേലും ഒഴിക്കാം. എന്നിട്ട് കടുകിടുക, ഉലുവ ഇടുക, കരിവേപ്പില, ഉണക്കൽ മുളക്, ഇഞ്ചി, ലേശം ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, ഇതെല്ലാം കൂടി അതിലിട്ട് വഴറ്റിയിട്ട് അതിലേക്ക് മുളക് പൊടി ഇടുക. എരിവുള്ള മുളക് പൊടിയാണെങ്കിൽ കുറച്ച് ചെനച്ച മാങ്ങയാണ് നല്ലത്. ചെനച്ചെന്ന് പറഞ്ഞാൽ കാശ്മീരി മുളക് പൊടിയാണെങ്കിൽ 1 ടേബിൾ സ്പൂൺ, ഒരു 3 വലിയ മാങ്ങ എടുക്കുകയാണെങ്കിൽ 1 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയും, ഒരു 1/4 ടീസ്പൂണ് പിന്നെ സാധാ മുളക് പൊടി, എരിവുള്ള മുളക് പൊടി അധികം ഇടരുത്. പിന്നെ ഒരു 1/4 ടീസ്പൂൺ അല്ലെങ്കിൽ അര ടീസ്പൂൺ മല്ലിപ്പൊടിയും ചേർക്കണം. ഇതെല്ലാം കൂടി ഒന്ന് എണ്ണയിൽ മൂപ്പിക്കുക. ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ മൂത്ത് കഴിയുന്ന ആ എണ്ണയിലോട്ടിട്ട് ഒന്ന് മൂപ്പിക്കുക. മൂത്ത് വരുന്ന സമയത്ത് അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക, ഉപ്പിട്ട് കൊടുക്കുക. ഉപ്പിട്ട് അത് തിളച്ച് വരുന്ന സമയത്ത് ഈ നമ്മൾ കഴുകി വാരി വെച്ചേക്കുന്ന മാങ്ങ, ഒരുപാട് പുളിയുള്ള മാങ്ങ ആണെങ്കിൽ നമ്മൾ ഇത്തിരി നേരം വെള്ളത്തിലിട്ട് വയ്ക്കണം മുറിച്ചിട്ട്. അന്നേരം ആ പുളി പോയി കിട്ടും കുറച്ച്. ഇല്ലെങ്കിൽ കുഴപ്പമില്ല, കഴുകി അങ്ങോട്ടിട്ട് പിന്നെ വറ്റുന്നത് വരെ, ഒരുപാട് വെള്ളം ഒഴിക്കണം, വറ്റുന്നത് വരെ, വറ്റുന്നത് വരെ എടുക്കണം. എന്നാലേ കുഴഞ്ഞിരിക്കും. ഈ കറി എത്ര ദിവസം വേണമെങ്കിലും നമുക്ക് വെക്കാൻ പറ്റും, ഉപയോഗിക്കാൻ പറ്റും. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.